ചത്തുറങ്ങാന്നൊക്കെ നമ്മൾ കേട്ട് കാണും അല്ലേ? ചത്ത പോലെ കിടന്നുറങ്ങുക, ഒന്നും അറിയുന്നില്ല. ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ ഒന്നും അറിയാതെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങണത്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? അല്ല, എന്നെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം അങ്ങനെ അത്ര ഗാഢമായിട്ടുള്ള ഉറക്കം അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കാരണം എത്രയോ ആളുകൾ ഉറക്കം കിട്ടാതെ, നല്ല വീടാണ്, നല്ല ഫാനുണ്ട്, ഈവൻ AC പോലും ഉണ്ട്, എന്നിട്ട് പോലും ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം, ഒരു രഹസ്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് തന്നെ പല ആളുകളും വന്ന് പറയുന്നൊരു കാര്യമാണ്, ഈ നശിച്ച ചിന്തകൾ കൊണ്ട് മടുത്തു. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഈ ചിന്ത ഉണർന്നു വരും. അത് നല്ല ചിന്തയാണെങ്കിൽ കുഴപ്പമില്ല, മിക്കവാറും നെഗറ്റീവ് ചിന്തകൾ. ഒന്നുമല്ല, പഴയ കാലഘട്ടത്തിലുള്ള ആ ഭാണ്ഡം അതുകൊണ്ട് ഓപ്പൺ ആവുന്ന സമയമാണ് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ. അതുമല്ലെങ്കിലോ നാളത്തെക്കുറിച്ച്, അതായത് ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെട്ട് ആകുലപ്പെട്ട് മനസ്സിങ്ങനെ പടപടാ വയ്ക്കാൻ പറ്റും. ഉറക്കം കിട്ടുമോ? സത്യത്തിൽ ഉറക്കം കിട്ടില്ല. കാരണം ഒന്നുമല്ല, പഴയ കാലഘട്ടത്തിലെ ചീത്ത ചിന്തകൾ, അതും അല്ലെങ്കിൽ വരാൻ പോകുന്ന ആപത്ത് പിടിച്ച ചിന്തകൾ, ഈ രണ്ടിനും കെടുത്തിയല്ലാതെ നല്ല ഉറക്കം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? നല്ല ഉറക്കം കിട്ടണം. നല്ല ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ചത്തുറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം അനുഭവിക്കണമെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എത്ര സുഖമായിട്ട് അവർ കിടന്നുറങ്ങുന്നത്. അവരൊന്നും അറിയുന്നില്ല. അത്രയും ഡീപ്പായിട്ടുള്ള ഉറക്കമാണ് സത്യത്തിൽ നമുക്ക് ആവശ്യം. അത് അധികം സമയമില്ലെങ്കിൽ പോലും ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്. പക്ഷേ വളരും തോറും ചിന്തകൾ ഇങ്ങനെ പെരുത്ത് വരുന്നു. അങ്ങനെ വന്നാൽ ഉറങ്ങാൻ സാധിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ഈ ചിന്തകളെ ഒന്ന് മാറ്റണ്ടേ? മാറ്റാനൊന്നും സാധിക്കില്ല കേട്ടോ, ചിന്തകളെ മാറ്റാനൊന്നും സാധിക്കില്ല. പക്ഷേ ഈ ചിന്തകളെ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാം, അല്ലെങ്കിൽ ആ ചിന്തകളുടെ വരവിനെ ഒന്ന് കുറയ്ക്കാം. ചിന്തകൾ എന്തും ആയിക്കോട്ടെ, അത് നല്ലതാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചിന്തകളെ തടയാൻ സാധിക്കില്ല. കാരണം 10,000-കണക്കിന് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അത് നമ്മളുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പവറാണല്ലോ. ചിന്തകൾ വേണം, പക്ഷെ ആ ചിന്തകൾ എങ്ങനെ വരുത്തണം, അല്ലെങ്കിൽ എന്ത് ചിന്തയായിരിക്കണം, അത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നൊരു സിമ്പിൾ ടെക്നിക്സാണ്. ഇത് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും, നല്ല ഉറക്കത്തിലേക്ക് അത് വഴിതെളിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കിടന്നു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടത് നന്ദി പറയുക എന്നുള്ളതാണ്. നന്ദി പറയുക എന്ന് പറഞ്ഞാൽ ആരോടാണ് സാറേ നന്ദി പറയേണ്ടത്? ആരോടാണ് നന്ദി പറയേണ്ടത്? അതാണ് ചോദ്യം. നന്ദി പറയേണ്ടത് എത്ര പേരോട് നമ്മൾ നന്ദി പറയണം. ഒരു പക്ഷേ നമ്മളൊക്കെ ഒരു 35-40, അവർ 35 വരെയൊന്നും അങ്ങനെ ഉറക്കത്തിന് പ്രശ്നം വരാറില്ല, സാധാരണ രീതിയിൽ വരാറില്ല. മിക്കവാറും 35-40 കഴിയുമ്പോഴാണ് ഈ ഉറക്ക പ്രശ്നം കടന്നു വരുന്നത് കൂടുതലായിട്ട്. കാരണം ജോലിയെക്കുറിച്ചുള്ള വ്യാകുല ചിന്തകൾ, ജീവിതത്തെക്കുറിച്ചുള്ള വ്യാകുല ചിന്തകൾ, കുടുംബത്തെക്കുറിച്ചുള്ള വ്യാകുല ചിന്തകൾ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ, കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ വേദനിപ്പിച്ച ഓർമ്മകൾ, ഇതൊക്കെയാണല്ലോ വരുന്നത്. അതൊക്കെ മിക്കവാറും ചെറുപ്രായത്തിൽ 25-30 അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ രസത്തിലിങ്ങനെ പോകും. അങ്ങനെയുള്ള മോശപ്പെട്ട ചിന്തകളൊന്നും ഉണ്ടാവില്ല. അപൂർവം ചിലർക്കുണ്ടായിരിക്കാം, പക്ഷേ പൊതുവേ ഒരു 40 കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചിന്തകൾ വരാൻ തുടങ്ങുന്നില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ചിന്തകളായിരിക്കണം. അതിന് ഏറ്റവും നല്ലൊരു വഴിയാണ് കിടന്നു കഴിഞ്ഞാൽ നന്ദി പറയൽ തുടങ്ങുക. നന്ദി പറയാൻ എത്രയോ പേർക്ക് നമുക്ക് നന്ദി പറയാനുണ്ട്. നമ്മളെ മാതാപിതാക്കൾക്കും നമ്മൾ നന്ദി പറയണം. ഏറ്റവും ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവത്തിന് എത്രയോ നന്ദി പറയാറുണ്ട്. എത്രയോ അപകടങ്ങൾ രക്ഷപ്പെട്ട അവസ്ഥകളുണ്ട്, എത്രയോ രോഗങ്ങൾ രക്ഷപ്പെട്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയോ നല്ല നല്ല സൗഭാഗ്യങ്ങളുണ്ട്. ഇവയ്ക്കൊക്കെ നമ്മൾ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതാണ് ചിന്തിക്കേണ്ടത്. നന്ദി പറഞ്ഞ് അതൊരു ചിന്തയായിട്ട് മാറട്ടെ. അപ്പോൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ, പായൽ കിടന്ന് ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നന്ദി പറച്ചിലായിരിക്കട്ടെ. മനസ്സിലിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുക നന്ദി. പലർക്കും അധ്യാപകർക്ക് നന്ദി പറയാനുണ്ട്. ഇതൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ നമ്മളെ മനസ്സിലിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് നന്ദിയുടെ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അങ്ങനെ ദൈവത്തിന് നന്ദി, നമ്മളെ മാതാപിതാക്കൾക്ക് നന്ദി, നമ്മളെ സഹോദരങ്ങൾക്ക് നന്ദി, നമ്മളെ സഹായിച്ചവരും അതുപോലെ തന്നെ നമ്മളെ വഴി നടത്തിയവരൊക്കെ ആയിട്ട് എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ നന്ദി ചിന്തിച്ചുകൊണ്ട് കിടന്നാൽ തന്നെ മനസ്സ് ശാന്തമാവുകയും
അതൊരു പവറായി മാറുകയും മാത്രമല്ല ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഹോർമോൺ നമ്മളിൽ ഓട്ടോമാറ്റിക്കലി കടന്നു വരാൻ അത് ഇടയാക്കുകയും അത് നല്ല ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്നും കെടുക്കുമ്പോൾ അതാത് ദിവസത്തിൽ പോലും ഒരുപാട് നന്ദി പറയാനുണ്ട് എന്നുള്ള, ഇല്ലെങ്കിൽ അതാത് ദിവസത്തിൽ ഇല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ച അല്ലെങ്കിൽ നമ്മളെ വളർത്തിയ എത്രയോ വ്യക്തികൾ ഉണ്ട്, അവർക്കൊക്കെ നന്ദി ഓർത്തുകൊണ്ട് കെടുക്കുക എന്നുള്ളതാണ്. സർവോപരി നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, ആയിരക്കണക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് കെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് അനുഭവം കൊണ്ട് പറയുന്നു. പലരിലും ഞാനത് അപ്ലൈ ചെയ്യുകയും അതിൻ്റെ ഒരു ഫലം അവർ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് താങ്ക്സ് ഗിവിങ് ആണ് ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കിടന്നാൽ താങ്ക്സ് ഗിവിങ് തുടങ്ങുക. അത് ഉറങ്ങുന്നത് വരേക്ക് മനസ്സിലിങ്ങനെ മന്ത്രിച്ചുകൊണ്ട് കിടന്നാൽ തന്നെ നല്ല ഉറക്കത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്.